ഹായ് ഹലോ നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. സാധാരണ എല്ലാ ഞായറാഴ്ചകളിലും അവിടെയെല്ലാം ഉണ്ടാവാറ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരാഴ്ച ആവാറായി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞാൻ വന്നത്. അപ്പോൾ ഇന്നൊരു സൺഡേ ആയ കാരണം എല്ലാവരും വീട്ടിലുണ്ട്. അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനിയുണ്ട്, എല്ലാവരും ഇന്ന് വീട്ടിലുണ്ട്. അത് മാത്രമല്ല, പിന്നെ അച്ഛൻ്റേതായ ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അനിയനാണെങ്കിൽ പഠിക്കലും അതൊക്കെ ആയിട്ട് അവൻ്റെ കാര്യങ്ങളിൽ തിരക്കാണ്. പിന്നെ അമ്മയ്ക്ക് ആണെങ്കിൽ പിന്നെ പാട്ട് ക്ലാസ് ഉണ്ട്, ജിമ്മുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പം അത് കാരണം ഇന്ന് ഞായറാഴ്ച ആയപ്പോൾ ആകെ ബോറഡ് ചെയ്യാണ്. എല്ലാ ദിവസവും ഇതാണ്. പിന്നെ കുട്ടിക്കും വയ്യാണ്ടിക്ക് ഇരിക്കുകയായിരുന്നു. വാക്സിനൊക്കെ എടുത്ത കാരണം കുട്ടിയും വയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് ഞായറാഴ്ച ആയപ്പോൾ അമ്മ പാട്ടിന് പോകുമ്പോൾ എന്നാൽ പിന്നെ കൂടെ പോയേക്കാം, അമ്മയുടെ പാട്ട് കേൾക്കാം. അമ്മ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമെങ്കിലും നമ്മളിങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ കേൾക്കല്ലോ. അമ്മ ഇങ്ങനെ നടക്കുന്ന വഴിക്ക് പണി ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ ഇങ്ങനെ പാട്ട് പാടുന്നല്ലാണ്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് പാട്ട് പാടണമെന്നും കേട്ടിട്ടില്ല. എന്നാൽ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പാട്ട് പാടാണ്ടിരിക്കാനും പറ്റില്ല. ടീച്ചറും ഉണ്ട് ഒരുവിധം. അമ്മയുടെ കൂടെ പാട്ട് പഠിക്കുന്ന ആൻറ്റിമാരും അങ്കിളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാം. കുറേ ആയി അവരൊക്കെ കണ്ടിട്ട്. അപ്പോൾ കുറച്ച് പാട്ടിനെ കുറിച്ച് കുറച്ച് കുറ്റങ്ങളും ഒച്ചയിൽ പാടുന്നില്ല എന്നൊക്കെ കുറിച്ച് പറഞ്ഞിട്ടൊക്കെ വരാമെന്നിങ്ങനെ വിചാരിച്ച് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം അമ്മയ്ക്കും അറിയില്ല ഞാനൊന്ന് വീഡിയോ എടുക്കുന്നുള്ള കാര്യം. ക്യാമറമാൻ അപ്പുവാണ് കേട്ടോ. സാധാരണ അവൻ വീഡിയോ എടുത്തു തരാൻ പറഞ്ഞ് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ കാണിക്കണ വ്യക്തിയാണ്. പക്ഷെ ഇന്ന് എന്തോ കുറേ സോപ്പിട്ട് അവൻ സമ്മതിച്ചു ഇന്ന് വീഡിയോ എടുത്തു തരാന്ന്. അപ്പോൾ ഇന്നത്തെ ക്യാമറമാൻ അപ്പു. പിന്നെ ഈ കാണുന്നതൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും സാധനങ്ങളാണ് കേട്ടോ. അവരൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു വെച്ചേക്കണത്. അച്ഛനും അമ്മയും കൂടിയിട്ട് കുറേ. അമ്മ ഈ പൂക്കളുടെ ആളാണ്. അച്ഛൻ ചീര, ചേന, ചേമ്പ്, വാഴ ഈ വക സാധനങ്ങളൊക്കെയാണ് അച്ഛന് താല്പര്യം. അപ്പോൾ പിന്നെ അമ്മയുടെ വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ അവിടെ. മറ്റേ പോമിഗ്രാനൈറ്റ്, മാതളം, പിന്നെ എന്താ പറയുക, പിന്നെ വേറെ എന്തോ ഒരു പേരും കൂടി ഉണ്ട്, അതെനിക്ക് ഓർമ്മയില്ല. അപ്പം ആ സാധനമൊക്കെ അമ്മയുടെയാണ്. അത് മുട്ടിട്ട് പൂവായിട്ട് വന്നിട്ടുള്ളൂ, വളർന്നു വന്നിട്ടില്ല. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ അച്ഛൻ്റെ അമ്മയുടെയും. പിന്നെ അമ്മ പാട്ട് പഠിക്കാൻ പോണ സ്ഥലം എന്ന് പറയണത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരി ദൂരമുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് അത്ര ടൈം നമുക്ക് ആവശ്യം വരുള്ളൂ. നടന്നിട്ടാണെങ്കിൽ അത്ര ആവശ്യമുള്ളൂ. വണ്ടി വേണമെങ്കിൽ പിന്നെ വേഗത്തുമല്ലോ. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം ആനക്കൊട്ടിൽക്കാവ് എന്ന് പറയും. അപ്പോൾ അയ്യപ്പൻ്റെ അമ്പലമാണത്. അപ്പോൾ അവിടെയാണ് അമ്മ പാട്ട് പഠിക്കാൻ പോണത്. അമ്മയും വല്യമ്മയും പിന്നെ ഒരു 2-3 ആൻറ്റിമാരും ഒരു അങ്കിളും ഉണ്ട് അവിടെ. അപ്പോൾ അവിടെയാണ് അമ്മ പാട്ട് പഠിക്കുന്നത്. അപ്പം ഇനി പാട്ട് ക്ലാസ്സിൽ ചെന്നിട്ട് അവിടെയുള്ള വിശേഷങ്ങളും അമ്പലവും ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങൾ ഈ പോകുന്നത് അമ്മയുടെ പാട്ട് ക്ലാസ്സിലേക്കാണ് കേട്ടോ. അതേ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആനക്കൊട്ടിൽക്കാവ് അമ്പലം. ഈ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ അമ്മയും വല്യമ്മയും പാട്ട് പഠിക്കുന്നത്. കുഞ്ഞുമണി ഇന്ന് അമ്മയുടെയും വല്യമ്മയുടെയും കൂടിയും പാട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. അവൾക്ക് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാണുന്നതാണ് കേട്ടോ. ആ ബിൽഡിങ്ങിലാണ് ഇവർ പാട്ട് പഠിക്കുന്നത്. ഇത് അമ്പലത്തിൻ്റെ ഉൾവശമാണ് കേട്ടോ. പിന്നെ അവരവിടെ അമ്മയും വല്യമ്മയും ഒക്കെ അതിൻ്റെ ഉള്ളിൽ കയറി പാട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കറിയില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കണ കാര്യം. അവരറിയാണ്ടാണ് ഞാൻ വന്നെടുത്തത്. ഞാൻ അതേ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞുവേണി അമ്മയുടെ മടിയിലിരുന്നിട്ട് അവർ പാടുന്ന പാട്ടൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ. അവൾ പാട്ടിൻ്റെ ആളാട്ടോ. അപ്പോൾ നമുക്കിനി അവരുടെ പാട്ടൊക്കെ ഒന്ന് അവർ പ്രാക്ടീസ് ചെയ്യണം. അവരുടെ അരങ്ങേറ്റം ഈ വരുന്ന ഡിസംബർ 21-ാം തീയതിയാണ് അവരുടെ അരങ്ങേറ്റം. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് നടക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് അവരുടെ ശരിക്കുള്ള പാട്ടൊന്ന് കേട്ട് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം. मानस विघ्नेश्वरमनीशं भज मानस विघ्नेश्वरमनीशं भज मानस विघ्नेश्वरमनीशं भज पूर्वार्पण
സദന ഗണേശം ഭജമാനസ വിഘ്നേശ്വരമനീശം ഭജപൂർവാർപ്പണ സദന ഗണേശം ഭജമാനസ വിഘ്നേശ്വരമനീശം ഗജവദനം ഗജവദനം ദുരിതൗഘവിനാശം ഗജവദനം ദുരിതൗഘവിനാശം ഗജവദനം ദുരിതൗഘവിനാശം ഗതശമനം ശതസൂര്യനികാശം ഗജവദനം ദുരിതൗഘവിനാശം ഗതശമനം ശതസൂര്യനികാശം ഭജമാനസ വിഘ്നേശ്വരമനീശം ഭജപൂർവാർപ്പണ സദന ഗണേശം ഭജമാനസ വിഘ്നേശ്വരമനീശം വരദം ജനശരണം വരഹരണം വരമുനിമാനസ ഭാവവിഹരണം വരദം ജനശരണം ഭയഹരണം വരമുനിമാനസ ഭാവവിഹരണം വരബലരസനരദം ഭവതരണം വരബലരസനരദം ഭവതരണം വരബലരസനരദം ഭവതരണം വനതുളസീദളപൂജിതചരണം വരബലരസനരദം ഭവതരണം വനതുളസീദളപൂജിതചരണം ഭജമാനസ വിഘ്നേശ്വരമനീശം ഭജപൂർവാർപ്പണ സദന ഗണേശം ഭജമാനസ വിഘ്നേശ്വരമനീശം അമ്മയ്ക്ക് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? കാരണം ഞാനിപ്പോൾ ഏകദേശം ഒരു 13 വീഡിയോസോളം ഇട്ടിട്ടുണ്ടാവും. അപ്പം ഇതിനെ പറ്റിയിട്ട് അമ്മയ്ക്ക് എന്താണ് അഭിപ്രായം? എൻ്റെ അഭിപ്രായം നല്ല അഭിപ്രായമാണ്, കുഴപ്പമില്ല, നല്ല ഇതിൽ പോകുന്നുണ്ട്. വേറെ തെറ്റുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഈ തെറ്റുകളെന്ന് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ച പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് താല്പര്യമില്ലാത്ത കുറേ കാര്യങ്ങൾ അതിൽ കാണാം. അങ്ങനെയുള്ള രൂപത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ പൊതുവായിട്ട് ഞാനിപ്പോൾ അത് പറയണില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഇടാൻ പോണത് ഈ അമ്മയുടെ പാട്ട് ക്ലാസ്. അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ പാട്ട് ക്ലാസ്സിലേക്ക് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കണ കാര്യം അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റല്ലേ നമ്മൾ എല്ലാവരും ടീച്ചറോട് പറഞ്ഞിട്ട് വീഡിയോ എടുപ്പിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് പാട്ട് പഠിക്കാൻ പോകാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് പാട്ടിനോട് ഇഷ്ടമാണ്. പാട്ട് പഠിക്കണമെന്ന് മുന്നേ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് സാധിച്ചില്ല. അത് കാരണം പാട്ട് തൊട്ടടുത്ത് പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ പഠിക്കാൻ പോയതാണ്. പിന്നെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തൊണ്ടയ്ക്ക് തീരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പെട്ടെന്ന് ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ ശബ്ദം പോവുക, ഒരു ചുമ വന്നാൽ പിന്നെ ശബ്ദം ഇല്ലാണ്ടാവും, പിന്നെ ഇങ്ങനെ മിണ്ടാണ്ട് നടക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ
ഇടയ്ക്കിടയ്ക്ക് മരുന്നുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, കൊല്ലങ്ങളോളം മരുന്നുകൾ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ശബ്ദം അധികം ആരോടും സംസാരിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മുടെ ശബ്ദം പോകും എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ശബ്ദം ഓക്കെ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് ഇതിലേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ച് തുടങ്ങി വെച്ചതാണ് പാട്ട്. പിന്നെ പാട്ട് ഞാൻ ചെന്ന് പാടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഹൈ പിച്ചൊന്നും നമുക്ക് കിട്ടുന്നില്ല. എൻ്റെ ശബ്ദം ഇങ്ങനെയല്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു സംസാരം വന്നാൽ പിന്നെ പാടാൻ പറ്റില്ല. അവിടുന്ന് ഈ രൂപത്തോടെ എന്നെ ആക്കിയെടുത്തത് എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയാണ്. കാരണം എനിക്ക് പറ്റാത്ത കാരണം ആ ടീച്ചറുടെ ടീച്ചറോട് ചോദിച്ചിട്ടാണ് ഇതിലെ തെറ്റുകളൊക്കെ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. കാരണം അവർ ഇത്ര ഹൈ പിച്ചിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്കത് പാടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമുക്കത് പഠിപ്പിച്ച് തന്നായിരുന്നു. അത് പാടി 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 ഈ രൂപത്തോടെ എത്തിപ്പെട്ടു. ഇപ്പം എൻ്റെ ശബ്ദത്തിനും ഇപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളില്ല. ഇപ്പോൾ ഒച്ചയിൽ വർത്തമാനം പറയാം, ഉറക്കെ പാടാനും പറ്റുന്നുണ്ട്. എന്നുവെച്ച് ഞാൻ വലിയ ഗായികയൊന്നുമല്ല, ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ പാടാം, അത്രേ ഉള്ളൂ. ഓളിയിട്ട് ഞങ്ങളെ ചീത്ത പറയാം. അതെ, അത് മെയിനായിട്ടുള്ള കാരണം. മറ്റേത് ഇവരെ എന്തെങ്കിലും പറയുമ്പോഴേക്കും നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിരുന്നു. അപ്പം ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ ചുമ വന്നാലും നമുക്ക് ശബ്ദം പോണില്ല. അപ്പം അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ ടീച്ചർ തന്നെയാണ് അതിൻ്റെ മെയിൻ കാരണം. കാരണം എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞ പാട്ട് ടീച്ചർ ഇത് ചെയ്ത് 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 ഈ രൂപത്തോടെ ആയി ഞങ്ങളുടെ അരങ്ങേറ്റം ആവാറായി. അങ്ങനെ അരങ്ങേറ്റം എത്തി. എന്നാ അരങ്ങേറ്റം ഡിസംബർ 21 പറഞ്ഞേക്കണേ. ഇനി ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് നമുക്കറിയില്ല. എവിടെ വെച്ചാ? ഗുരുവായൂർ വെച്ചിട്ട് അങ്ങനെ അരങ്ങേറ്റം ആവാറായി. അപ്പൊ ടീച്ചർക്ക് ഒരു വലിയ ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. കാരണം ടീച്ചർ കാരനാണ് ഞങ്ങൾ ഈ ലെവലിൽ ഇവിടെ ഇരിക്കണേ. നമ്മളൊന്നും പഠിച്ചിട്ടില്ല. പഠിക്കാത്ത ആൾക്കാർ ഇത്രയും പ്രായമായവരെ പഠിപ്പിച്ച് ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ ഒരു ഇതുണ്ടാവണം. നമുക്ക് ഇത് കഴിഞ്ഞൂടെ വന്നാൽ ഞങ്ങൾ ബുക്ക് പോലും എടുക്കാറില്ല പാട്ട് പാടാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ 3-4 പേരും കൂടി ഉണ്ട്. അപ്പോൾ അത് ഞങ്ങളൊക്കെ ഇതുപോലെ ആയി കിട്ടാൻ ടീച്ചർ തന്നെയാണ് മെയിൻ കാരണം. ടീച്ചറുടെ പേര് മിജി ജോജു എന്നാണ്. വീട് എവിടെയാ ടീച്ചറുടെ? പാടൂക്കാടാണ് ടീച്ചറുടെ വീട്. ടീച്ചറും പഠിക്കണ്ട പാട്ട്? ടീച്ചറും പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ പോവാറുണ്ട്, പാടാനൊക്കെ പോവാറുണ്ട്. ടീച്ചറും സ്റ്റുഡൻ്റ് ആണല്ലേ? ടീച്ചറും ഞങ്ങളുടെ കൂടെ പാടും. അല്ല, പഠിത്തത്തിന് പിന്നെ വലിയ ആള് ചെറിയ ആളൊന്നും ഇല്ലല്ലോ, എപ്പോൾ വേണമെങ്കിൽ പഠിക്കാലോ അല്ലേ? ആ, പിന്നെ അപ്പൊ എന്തുകൊണ്ടാണ് അമ്മ ഈ പാട്ട് മാത്രം തിരഞ്ഞെടുത്തത്? ഈ ഡാൻസ് ഉണ്ട്, മറ്റുള്ള കലകളൊക്കെ ഇല്ലേ, അതൊന്നും എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല? ഡാൻസ് എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ എനിക്ക് ഈ ഡാൻസ് പഠിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഡാൻസും പാട്ടും ഒക്കെ കൊണ്ടുപോകണമെന്ന്. പക്ഷേ അന്ന് സ്കൂളുകളിലും നമ്മൾ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് വലിയ ഭരതനാട്യം, മോഹിനിയാട്ടം അങ്ങനത്തെ ഡാൻസുകളൊന്നുമല്ല. ഗ്രൂപ്പ് ഡാൻസ് അങ്ങനെയുള്ളതൊക്കെ കളിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയണില്ല, അറിയുകയും ചെയ്യാം. ഇപ്പോഴും പഠിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ വയസ്സ് അത്ര ആയില്ല. അപ്പം അതിനോടൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എൻ്റെ ആഗ്രഹമാണ് ഞാൻ എൻ്റെ മകളെ ഭരതനാട്യവും മോഹിനിയാട്ടമൊക്കെ പഠിപ്പിക്കാൻ തയ്യാറായത്. അല്ലാണ്ട് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. ആഗ്രഹങ്ങൾ ഉണ്ടായത് അപ്പം നടക്കാത്തത് ഇപ്പോൾ പ്രാവർത്തികമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മ ഡാൻസ് പഠിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ഡാൻസ് പഠിക്കാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിൽ കളിക്കുന്ന ഡാൻസുകൾ ഞങ്ങൾ പഠിക്കാൻ പോയിട്ടുണ്ട്. അത് നമ്മൾ ആ സമയത്ത് യൂത്ത് ഫെസ്റ്റിവൽ ആനിവേഴ്സറിക്ക് കളിക്കുന്ന ഒരു ഇതേ ഉള്ളൂ. അല്ലാണ്ട് ഞാനൊരു ക്ലാസിക്കൽ നൃത്തം അങ്ങനെ ഇതിന് പോയിട്ടില്ല. കാരണം ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ നമ്മൾ അതിന് വേണ്ടി പിന്നെ മെനക്കെട്ടില്ല. അത് കാരണം എൻ്റെ ആഗ്രഹം ഞാൻ മകളെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അവളെ ഞങ്ങൾ 4 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ് പഠിപ്പിക്കൽ. ഇപ്പം അത് നിർത്തി വെച്ചേക്കണു. ഇത്തിരി കുഞ്ഞ് വലുതായിട്ട് വേണം ഒന്ന് അത് പഠിച്ചു തുടങ്ങാൻ ആദ്യമേ. അതുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം ഞാനും കുഞ്ഞുമണിയും കൂടി ഒന്നിച്ച് കളിക്കട്ടെ.
ഒന്നിച്ച് പഠിക്കാൻ പോവും, കളിക്കും. കാരണം നമുക്ക് പറ്റാത്തതാണ് നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കണേ. അതൊരാഗ്രഹമായിരുന്നു, നമുക്ക് പറ്റാത്തതായ കാരണം അത് മകളിൽ നിന്ന് നിറവേറ്റി. അതെ. ഞങ്ങളുടെ പാട്ടിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ അമ്മയുടെ പാട്ട് ഞാൻ കേട്ടേക്കണത് ആകെ കൂടിയിട്ട് ഈ അടുക്കളയിൽ നിന്നിട്ട് പാടുന്നതോ അല്ലെങ്കിൽ പാത്രം കഴുകുമ്പോൾ ഇങ്ങനെ വഴി കൂടെ നടക്കണ ടൈമിലൊക്കെ ഞാൻ അമ്മയുടെ പാട്ട് കേട്ടിട്ടുള്ളൂ. അപ്പോൾ അല്ലാണ്ട് അമ്മ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് പാടണമെന്ന് ഞങ്ങൾ കേട്ടപ്പോൾ ഞാനായാലും അപ്പു ആയാലും അല്ലെങ്കിൽ അച്ഛനായാലും കേട്ടിട്ടില്ല. അച്ഛനോട് അച്ഛൻ പറയും ഞാൻ എൻ്റെ പാട്ടൊന്നും കേൾക്കാറില്ല എന്ന് അച്ഛൻ പറയും. അപ്പവും പറയും പിന്നെ പാട്ട് തേങ്ങയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പവും പോവും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്നോ രണ്ടോ വർഷമായി അമ്മ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട്. ഈ 2 വർഷത്തിനുള്ളിൽ ഇത്രയും പാടാന്ന് പറയുന്ന ഒരു എനിക്കും അപ്പൂനും അല്ലെങ്കിൽ അച്ഛനും സംബന്ധിച്ച് ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ് അമ്മയുടെ പാട്ട് കേൾക്കാന്നുള്ളത്. ഇപ്പൊ അതേ അരങ്ങേറ്റം വരെ ആയി. ഇപ്പൊ ഡിസംബർ 21-ാം തീയതി അരങ്ങേറ്റം. അപ്പൊ അരങ്ങേറ്റം വരെ ആയി. അപ്പൊ അതിനെ ഇതായിട്ട് പറയുമ്പോ നന്നായിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി. ഇവര് കേട്ടിട്ടില്ല, അവര് കേൾക്കാൻ പോണുള്ളൂ. ഇപ്പൊ അമ്മ ഇപ്പൊ ആരും അറിഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളുടെ വീഡിയോ എടുത്ത കാര്യം. നിങ്ങളുടെ കൂടെ ഇവിടെ നിന്ന് ഇപ്പൊ അച്ഛനോടും പറഞ്ഞിട്ട് വന്നത് ഞാൻ അമ്മയുടെ കൂടെ പാട്ട് ക്ലാസ്സിലേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അല്ലാണ്ട് അച്ഛൻ അറിയില്ലായിരുന്നു വീഡിയോ എടുക്കണ കാര്യം. ഇപ്പൊ ഇന്നാണ് അച്ഛൻ അറിഞ്ഞത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അമ്മയുടെ പാട്ട് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ അമ്മയുടെ പാട്ട് എടുത്തിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ അമ്മേനെ ഇത്രയും അമ്മയെ മാത്രമല്ല അമ്മേനെയും വല്യമ്മേനെയും അതേമാതിരി മനുവങ്കള് രേണുകാൻറ്റി ഇവരെയൊക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതിന് ടീച്ചർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. ഒരു ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പലതും പറയും ടീച്ചർക്ക് പാടറിയില്ല ഇതൊക്കെയാണ്. പക്ഷെ എനിക്കും അച്ഛനും എൻ്റെ അനിയനും ഉള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ടീച്ചറുടെ പാട്ട്. അപ്പോൾ അമ്മയ്ക്ക് പാട്ട് പാടാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതേമാതിരി തന്നെ ടീച്ചർ ഇപ്പം അമ്മേനെയും ഇവരെല്ലാവരെയും പാട്ട് പഠിപ്പിക്കാൻ വന്നതിലും പഠിപ്പിച്ചു കൊടുത്തതിലും ഇപ്പം അരങ്ങേറ്റം വരെ എത്തിയതിലും ഒക്കെ നല്ല എന്താ പറയുക വലിയൊരു താങ്ക്സ് ഉണ്ട് ടീച്ചർക്ക്. അപ്പം എല്ലാവർക്കും അമ്മയുടെ പാട്ടും ഈ ഞങ്ങളുടെ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ കുത്തിപ്പൊട്ടിക്കാനും മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.